ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ 2 സിനിമ ഒരു ദിവസം കാണാനുള്ള ഭാഗ്യം അടിയൻ ഉണ്ടായി. സോ ഈ ജന്മം അങ്ങോട്ട് സഫലമായി എന്ന് തന്നെ പറയാം. സോ സിനിമയുടെ പേരാണ് ഓശാന. സോ ഓശാന എന്ന പേര് കേട്ടിട്ട് ഓം ശാന്തി ഓശാനയൊക്കെ പ്രതീക്ഷിച്ച് പോയ കഞ്ഞിവെള്ളം പറയുന്ന സാധനം കിട്ടാൻ പോകുന്നില്ല. ശരിക്കും ഇത് ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയല്ല, ചെറിയ റോളാണ് ആൾക്ക്. പക്ഷെ നമുക്ക് ഇത്രത്തോളം ബോംബും പടക്കങ്ങളും തന്ന അണ്ണന് ഈ ഒരു ക്രെഡിറ്റെങ്കിലും കൊടുക്കണ്ടേ? ഇത് അണ്ണൻ തന്നെ വെച്ചോ. സോ ഈ സിനിമയിൽ നമ്മുടെ നായകൻ എങ്ങനെയാ വെച്ചാൽ സഭാനായകനിലെ അശോക് സെൽവനെ പോലെയാണ്. ഒരു കോലില് അതേപോലെ സാരി ചുറ്റിന്ന് വെച്ചാൽ അതിന്റെ പിന്നാലെ പൂച്ച മത്തിത്തല കാണുമ്പോൾ മണപ്പിച്ച് പോണ പോലെ പോണ നായകൻ. ഏത് പെണ്ണുങ്ങളെ കണ്ടാൽ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് അല്ല ഫസ്റ്റ് സൈറ്റ് ആണ്. പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താണ്, ലാസ്റ്റ് അറ്റ് ഫസ്റ്റ് നൈറ്റ് പോലെയാണ് തോന്നുന്നത്. സോ ആസ് യൂഷ്വൽ ട്രെയിൻ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ അവിടെ ഗൗതം മേനോനും വാരണമാരും വേണമല്ലോ. അതൊക്കെ ഈ സിനിമയിലും ഉണ്ട്. സോ ഈ സിനിമയിൽ ഒരു സീൻ ഉണ്ട്. നമ്മുടെ നായകൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുന്നു. കണ്ടിട്ട് 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇവൻ ഈ പെണ്ണിനെ എങ്ങനെ ഇഷ്ടം തോന്നുകയാണ്. അപ്പൊ ആ പെൺകുട്ടി എന്ത് ചോദിച്ചാൽ ഇവൻ നോക്കാതിരിക്കാൻ വേണ്ടി ഫോണിൽ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ഇത് കേട്ടിട്ട് ഇവൻ ട്രെയിനിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ആ കൊച്ചു കരയുന്നു. എന്റെ പൊന്നു മോളെ, ഇവൻ പ്ലെയിനിൽ നിർത്തി ചാടിയതൊന്നുമല്ലോ, വണ്ടി നിർത്തിയപ്പോ ഇറങ്ങിപ്പോയി തന്നെയല്ലേ. ഇത് കണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസൻ അവിടെ ഇരുന്നിട്ട് അവന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നീ അവനെ തിരിച്ച് ഇഷ്ടപ്പെടണം എന്ന്. ഇത് എന്ത് കണ്ടിട്ട് അവൾക്ക് അവനെ ഇഷ്ടാവുകയും ചെയ്തു. ഇപ്പൊ നമ്മളൊക്കെ ബസ്സിൽ ആരെങ്കിലും ഒരാൾ 5 മിനിറ്റ് നോക്കിയിട്ട് നമ്മളിപ്പോ ഉള്ളിൽ പോയി കിടന്നുണ്ടാകും. എന്ത് ലോജിക്കുള്ള സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഇടയിൽ കുറെ ഫ്ലാഷ് ബാക്ക് പോർഷൻസും അതേപോലെ തന്നെ ചില സ്റ്റോറി നറേഷൻസ് ഒക്കെ ഉണ്ട്. സിനിമ തുടങ്ങുന്നത് അങ്ങനെയാണ്. അതായത് കാമുകന്മാർ പരസ്പരം തമ്മിൽ ഒരു നറേഷൻ നടത്തുകയാണ് അവരുടെ ലവ് സ്റ്റോറി.